ബസ് വിട്ടു തരുന്നതിന് വേണ്ടി ഞാൻ മാഡത്തിന് എന്താ ചെയ്തു തരേണ്ടത്? ടാക്സ് അടയ്ക്കുക, റൂൾസ് ഫോളോ ചെയ്യുക. അപ്പൊ ഞാൻ ബസ് വിട്ടുതരാം. റൂൾസ് ഫോളോ ചെയ്യുന്നത് എന്റെ ശീലമല്ല. ഇതിനു മുമ്പ് ഞാൻ ഇങ്ങനെ ആരോടും റിക്വസ്റ്റ് ചെയ്തിട്ടുമില്ല. ഞാൻ ആദ്യമായിട്ട് പറയുക. ഞാൻ അവസാനമായിട്ട് പറയാണ്, ബസ് വിട്ടുതരില്ല. നോക്കൂ മാഡം, നിങ്ങൾ എന്റെ ക്ഷമയെ ഇങ്ങനെ പരീക്ഷിക്കരുത്. വെറുതെ സംസാരിച്ച് നിങ്ങൾ എന്റെ ടൈം വേസ്റ്റ് ചെയ്യാണ്. ശിവന്റെ പേര് കേൾക്കുമ്പോഴേ ഈ സിറ്റി മുഴുവൻ ഭയപ്പെടും. ഞാൻ ഒരു ആർട്ടിയോട് തോൽക്കുന്നത് നല്ല കാര്യമാണോ? ഈ ജ്യോതിയോട് ഓഫീസിലുള്ളവർക്കെല്ലാം ഒരു റെസ്പെക്റ്റ് ഉണ്ട്. ഞാൻ കോംപ്രമൈസ് ചെയ്താൽ അതൊരു നല്ല കാര്യമാവോ? കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ഒരാളാണെങ്കിൽ പോട്ടേന്ന് വെക്കാമായിരുന്നു. നീ വെറുതെ എടുത്തിയാടി ഒന്നും ചെയ്യരുത്. നീയും നിന്റെ ചേട്ടനെ ഒരുമിച്ച് കളിച്ചു വളർന്നവരാ. കല്യാണം കഴിഞ്ഞ് നിങ്ങളുടെ ഇടയിലേക്ക് ഒരാളൂടി വന്നാൽ അത് പ്രശ്നമാവുമെന്ന് നിന്റെ ചേട്ടത്തി നേരത്തെ പറഞ്ഞിരുന്നതാ. നിന്നെ മാറ്റി താമസിപ്പിച്ചത് നിന്നോട് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല. എന്റെ കൂടെ നിന്നാൽ നിനക്ക് കുറച്ചുകൂടി ഉത്തരവാദിത്വം ഉണ്ടാകുമെന്ന് വിചാരിച്ച ഇവിടെ കൊണ്ടുവന്ന് നിന്നെ കൊണ്ട് ജോലി ചെയ്യിക്കുന്നത് വെറും വേലക്കാരനാക്കാനല്ല, നിന്റെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് നിന്നെ ബോധവാനാക്കാനാ. പല്ലവിയെ നിന്നിൽ നിന്നും എന്നേക്കുമായി അകറ്റിയതല്ല, നിങ്ങൾ രണ്ടുപേരെ ഒരുമിപ്പിക്കാനാണ് അവൾ നോക്കുന്നത്. നിനക്കറിയാമോ എന്നെ ഇപ്പൊ എന്തിനാ വിളിച്ചു വരുത്തിയെന്ന്? അവരുടെ വീട്ടിൽ നിന്ന് കിട്ടിയ സ്വത്ത് വില കുറച്ചിട്ടാണെങ്കിലും വിൽക്കാൻ വേണ്ടിയാ. ആ തുക കൊണ്ട് നിന്നെ സെറ്റിലാക്കി പല്ലവിയുമായുള്ള കല്യാണം ഉറപ്പിക്കാനാ. നമ്മൾ മിഡിൽ ക്ലാസ്സുകാരാടാ മോനെ. വീട്ടിലേക്ക് ഒരാൾ കൂടി വന്നാൽ നമ്മുടെ കാര്യങ്ങളാകെ താളം തെറ്റും. പല പ്രാവശ്യം ഞാൻ അവളോട് ചോദിച്ചതാ, എന്താ കുട്ടികളെക്കുറിച്ചൊക്കെ ചിന്തിക്കാത്തതെന്ന്. അവള് പറഞ്ഞതെന്താണെന്നോ, ഉണ്ണിയും ഞങ്ങളുടെ മോനെ പോലെയാണെന്നാ. ആദ്യം അവൻ സെറ്റിലാവട്ടെ എന്ന്. നിന്റെ ജീവിതം അവൾ നശിപ്പിക്കുകയല്ല, നിനക്കൊരു പുതിയ ജീവിതം ഉണ്ടാക്കി തരികയാ. നിന്റെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാക്കി തരാനാ അവൾ പരിശ്രമിക്കുന്നത്. ബന്ധങ്ങളെന്ന് പറയുന്നത് നൂലുകൾ പോലെയാ. നമ്മളത് കൂട്ടിപ്പിരിച്ചെടുത്താൽ ഇഴപിരിയാതെ കെട്ടിയെടുക്കാനാവും. അത് മറക്കരുത്. മാഡം, വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കില്ല. ഞാൻ പറഞ്ഞ കാര്യം നടക്കില്ല അല്ലേ? കുട്ടിക്കാലം മുതൽ ഇന്ന് വരെ ഞാൻ ഉദ്ദേശിച്ചതെല്ലാം നടന്നിട്ടുണ്ട്. ഞാൻ മരിച്ചാൽ എനിക്ക് ജയിക്കാനാകുമോ? നിങ്ങൾക്കെന്താ ഭ്രാന്താണോ? വെടിവെച്ച് മരിച്ചാൽ ജയിക്കുന്നത് എങ്ങനെയാണ്? കറക്റ്റ്. ഉണ്ണി, നീ ഇവിടെ? ഇനി നിങ്ങളാണ് മരിക്കുന്നതെങ്കിൽ ഞാൻ ജയിക്കൂ. നീ എന്താ പറഞ്ഞത്? ഞാൻ ചോദിച്ചത് ഈ നശിച്ച സ്ത്രീ മരിച്ചാൽ ഞാൻ ജയിക്കുമെന്നാ.